60 ഏക്കറിലാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജ്. സ്ഥല സൗകര്യത്തിന്റെ കാര്യത്തിൽ രാജ്യത്തെ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജ്. എന്നാൽ ഒരു താലൂക്ക് ആശുപത്രിയുടെ സൗകര്യം പോലും ഇവിടെയില്ല. 680ഓളം ജീവനക്കാരുണ്ടെങ്കിലും ആത്മാർത്ഥത തൊട്ടു നീട്ടിയിട്ടില്ല. 315 ഡോക്ടർമാരിൽ പലരും കരാർ അടിസ്ഥാനത്തിലാണ് ജോലി ചെയ്യുന്നത്. മിക്കവരും വഴിപാട് പോലെ വന്നു പോകുന്നു. കാർഡിയോളജി, ന്യൂറോളജി തുടങ്ങിയ പ്രധാന വിഭാഗങ്ങളിൽ വിദഗ്ധരില്ല. റേഡിയോ ഡയഗ്നോസിസ്, കുട്ടികളുടെ വിഭാഗം തുടങ്ങിയവയെല്ലാം പ്രവർത്തിക്കുന്നത് പേരിന് മാത്രം. നെഞ്ചുവേദനയാണെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ പ്രവേശിപ്പിച്ച കൊടകര സ്വദേശി VP മനോജ് കുമാറിനെ 2 മണിക്കൂറോളം അനാസ്ഥ ബോധ്യപ്പെടുത്തി ആശുപത്രി അധികൃതർ. ഒടുവിൽ വേദന കലശലായപ്പോൾ മറ്റെവിടെയെങ്കിലും പൊയ്ക്കോളാൻ പറഞ്ഞ് കൈമലർത്തി. 2000-ൽ സഹകരണ മേഖലയിൽ തുടങ്ങിയ കളമശ്ശേരി മെഡിക്കൽ കോളേജ് 2014-ൽ സർക്കാർ ഏറ്റെടുത്തിട്ടും വ്യത്യാസമൊന്നും ഉണ്ടായില്ല. അൾട്രാസൗണ്ട് സ്കാനിംഗ്, MRI, CT സ്കാൻ എന്നിവയെക്കുറിച്ചൊക്കെ മെഡിക്കൽ കോളേജ് കേട്ടിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. ചുരുക്കത്തിൽ വിദഗ്ധ ചികിത്സയ്ക്കുള്ള സംവിധാനങ്ങളൊന്നുമില്ലാതെ ഈ ആശുപത്രി അനക്കമറ്റ് കിടക്കുകയാണ്. ചികിത്സയുടെ അലംഭാവത്താൽ കൃത്യമായ ഇടവേളകളിൽ മരണം നടക്കുന്നുണ്ട് എന്നതിനാൽ മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ജനങ്ങൾ അറിയുന്നു എന്ന് മാത്രം. സർക്കാർ സൗകര്യവും സംവിധാനവും ഇങ്ങനെ ദുർവിനിയോഗം ചെയ്യുമ്പോൾ നിസ്സഹായരാകുന്നത് പാവം രോഗികളാണ്. കനിവിന്റെ അവസാന വാതിലും അടച്ച ഡോക്ടർമാരും നഴ്സുമാരും നിഷ്ക്രിയരാകുമ്പോൾ പൊലിയുന്ന അടുത്ത ജീവൻ ഒരുപക്ഷെ നമ്മുടെ പ്രിയപ്പെട്ടവരുടേതാകാം. ക്യാമറാമാൻ ഷമീർ PBക്കൊപ്പം ലേബി സജീന്ദ്രൻ, റിപ്പോർട്ടർ, കൊച്ചി.